السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن عائشة رضي الله عنها أنها قالت: كان النبي صلى الله عليه وسلم إذا بلغه عن الرجل الشيء لم يقل ما بال فلان يقول، ولكن يقول ما بال أقوام يقولون كذا وكذا. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ബലഗഹു അനിർ റജുലി ശൈഉ, ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിയാൽ, തങ്ങൾക്ക് വിവരം ലഭിച്ചാൽ, ഒരാൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു, അതല്ലെങ്കിൽ ചെയ്തു, അങ്ങനെയുള്ള തിരുത്തപ്പെടേണ്ട വല്ല കാര്യങ്ങളും ഒരാൾ ചെയ്തതായി പറഞ്ഞതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചാൽ, ലം യഖുൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂല, മാ ബാലു ഫുലാൻ യഖൂലു, എന്താണ് ഇന്നാലിന്നയാളുടെ അവസ്ഥ, അവൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന് അയാളെ പേര് പറഞ്ഞ്, ഇന്നയാളുടെ അവസ്ഥ എന്താ അയാളെ അവസ്ഥ, എന്താ അയാളെ കാര്യം, അയാള് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, അങ്ങനെ നബി തങ്ങൾ പ്രതികരിക്കൂല, തെറ്റുതിരുത്തൂല. പരസ്യമായിട്ട് അയാളെ പേര് വിളിച്ച് അവഹേളിക്കുന്ന, വഷളാക്കുന്ന രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കാറില്ല, തിന്മയെ തിരുത്താറില്ല. പിന്നെയോ വലാക്കി യഖുലു, മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകളുടെ കാര്യം, യഖൂലൂന കദാ വകദാ, അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, ഇപ്രകാരമൊക്കെ പറയുന്നല്ലോ എന്ന് പറയും. അപ്പൊ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുൻകറായ കാര്യം, അരുതാത്ത കാര്യം ഒരാളിൽ നിന്നുണ്ടായാൽ അത് തിരുത്താൻ വേണ്ടി അയാളെ ഉണർത്തുന്ന രീതി അതാണ്. അയാളെ മുഖത്ത് നോക്കി പരസ്യമായിട്ട് പറയില്ല. ഒരാൾക്ക് ഒരാള് മുഖാമുഖം നോക്കി അഭിമുഖമായി നേരെ ചില കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോ ഒരിക്കൽ പൊതുവായിട്ട് തിരുത്തുക, അതല്ലെങ്കിൽ മറ്റൊരാളുടെ വഴി അയാളെ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക രണ്ട് വിഷയത്തിലുമുണ്ട്. ഈ രണ്ട് രീതിയിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തിരുത്തിയത് കാണാം. അപ്പൊ അതല്ലാതെ നേരെ പേര് വിളിച്ചു, എന്താണ് അയാളുടെ അവസ്ഥ, എന്തോ അന്റെ കഥ, എന്താ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത്, അതല്ല. മൊത്തത്തിൽ എന്താ ചില ആളുകളുടെ അവസ്ഥ, അത് പലയിടത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. തങ്ങളുടെ ചില സുന്നത്തുകളെ തൊട്ട് മാറി നിന്ന ആളുകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചപ്പോൾ തങ്ങൾ എന്താ മാ ബാലു അഖ്വാമിൻ യഫ്അലൂന കദാ വകദാ യഖൂലൂന കദാ വകദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വളരെ മാതൃകയാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒക്കെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇമാം ഷാഫിഈ തങ്ങളുടെ മൊഴിയിൽ കാണാം, ഒരാൾ നമ്മൾ രഹസ്യമായിട്ട് ഉപദേശിച്ചാൽ അയാൾക്ക് നമ്മൾ അലങ്കാരമുണ്ടാക്കി, അഴകുണ്ടാക്കി, പരസ്യമായിട്ടാണ് അയാളുടെ വല്ല കാര്യവും പറഞ്ഞതെങ്കിൽ അയാളെ നമ്മൾ കലയാക്കി, വഷളാക്കി എന്നുള്ളതാണ്. അപ്പൊ രഹസ്യമായിട്ട് പറഞ്ഞാൽ അവിടെ മറ്റു ഹഖ്വ നഫ്സ് ഒന്നും ഉണ്ടാവൂല. അത് അയാൾക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം തന്നെയാണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എല്ലാ വിഷയത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉദാത്തമായ, തങ്ങളിൽ ഉദാത്തവും ഉത്കൃഷ്ടവുമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു തെറ്റ് തിരുത്തുന്ന വിഷയത്തിലും മറ്റുള്ളവന്റെ മാനത്തെയും അഭിമാനത്തെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു സംരക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.